വെൽക്കം സായിറാം. അതായത് കർമ്മഫലം ഉണ്ടോ? ചിലവർ ഉണ്ട് എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്, ഇല്ല എന്ന് പറയുന്നവർ കുറച്ച് പേരുണ്ട്. നമ്മൾ ഉണ്ടെന്നേ പറയാം. അതായത് കർമ്മഫലം എന്ന് പറയുന്നത് ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു കൂട്ടിയ ആ പാപങ്ങളും തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മൾ ആ ജന്മത്തിൽ അനുഭവിക്കാൻ ടൈമില്ലാതെ നമ്മൾ പോവുകയാണെങ്കിൽ അത് ഈ ജന്മത്തിലായിരിക്കും നമ്മൾക്ക് ആ കർമ്മഫലത്തിൻ്റെ ബാക്കി ശിക്ഷകളൊക്കെ കിട്ടാറുള്ളത്. അത് സത്യമാണ്. പിന്നെ നമ്മുടെ തലമുറകളിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുത്തശ്ശനോ മുത്തശ്ശിയോ അമ്മയോ അച്ഛനോ ആരും ആകട്ടെ, നമ്മുടെ മുൻജന്മത്തിൽ അവരും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷയും കൂടെ അവരനുഭവിക്കാത്ത ബാക്കികൾ അവർക്ക് ചിലപ്പോൾ അടുത്ത ജന്മം ഇല്ലാതെ ഇരിക്കും. പിന്നെ അവരുടെ തലമുറകൾക്ക് ആർക്കെങ്കിലും ജന്മം ഉണ്ടെങ്കിൽ അവർക്ക് തുടർന്ന് ഈ ശിക്ഷകളൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ഞാനിത് എനിക്കറിഞ്ഞു പറയുന്നതല്ല, ഞാൻ പറഞ്ഞു കേട്ടും വായിച്ചു കേട്ടും പറയുന്ന കാര്യമാണ് ഇത്. അത് എത്രത്തോളം ശരിയായിരിക്കുമോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം. പിന്നെ അതാണ് കർമ്മഫലം. ഒന്നുമില്ല, നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ശ്രീകൃഷ്ണനും കുചേലനും എത്ര വലിയ ഒരു സുഹൃത്തുമാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. ആ കുചേലൻ എത്ര കഷ്ടമാണ് പെട്ടത്. എന്തുകൊണ്ടാണ് 27 മക്കളെയും വെച്ച്? അപ്പം ഈ ഭഗവാൻ വിചാരിച്ചതാണെങ്കിൽ ഫസ്റ്റേ ഒക്കെ അവർ കഷ്ടമില്ലാതെയൊക്കെ ഇരിക്കാൻ പറ്റുമല്ലോ. എന്തുകൊണ്ട് ഈ കുചേലന് ഫസ്റ്റേ നമ്മൾ കഷ്ടപ്പെടുന്നു എന്നറിഞ്ഞത് കൊണ്ടോ ശരി ഭഗവാനെ പോയി കാണാമെന്ന് നേരത്തെ തോന്നാത്തത് എന്താണ്? അതിൻ്റെ കാരണം എന്താണ്? തോന്നില്ല. നമ്മുടെ കർമ്മഫലം എന്താണോ അത് അനുഭവിച്ച് കഴിഞ്ഞാൽ മാത്രമേ തോന്നുള്ളൂ. ആ കർമ്മഫലമൊക്കെ കഴിഞ്ഞ് തീരുമ്പോഴാണ് ഭഗവാനെ പോയി നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോഴേ കാണാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച് നോക്കൂ, ഏതെങ്കിലും അമ്പലത്തിലേക്ക് പോകണം, പുറപ്പെട്ട് ഇരുന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നില്ല. എന്താണ് കാരണം? അതും ഒരു കർമ്മഫലമാണ്. നമ്മൾക്ക് അന്നന്ന് എന്താണോ ഭഗവാൻ വിധിച്ചിട്ടുള്ളത് അത് പ്രകാരമേ നടക്കുകയുള്ളൂ. നമ്മൾ വിചാരിച്ചത് കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പിന്നെ ഈ ഭഗവാൻ ദൈവിക വഴിക്കൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾക്ക് ചിലതൊക്കെ വിലകി കിട്ടും, കഷ്ടതകൾ വിലകി കിട്ടും. കർമ്മത്തിൽ നിന്ന് കുറച്ച് വിലകാൻ പറ്റും, അതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾക്ക് വിചാരിക്കുന്നതും ഇതൊക്കെ വലുതായിട്ട് കിട്ടിയില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ നമുക്ക് കിട്ടാൻ പറ്റും. അതായത് നമ്മൾ ഭഗവാൻ സേവയിലേക്ക് ഇറങ്ങി നമ്മൾ ചെയ്യുന്നത് അത്രയും നല്ലതാണ്. പിന്നെ ഈ കുചേലൻ എന്ന് പറയുന്നത് പിന്നെ ഭഗവാന് കൊണ്ടുപോകാൻ പോലും ഒന്നുമില്ലാതെ അവർ കൊണ്ടുപോയത് എന്താണ്? ആ അരിമണിയെ അവലാക്കി കൊണ്ടുപോകുകയാണ്. വേറെ ഒന്നുമില്ല, കല്ലും മണ്ണൊക്കെ ചേർന്ന് ഈ അരിമണിയാണ് കൊണ്ടുപോയത്. അവലാക്കി കൊണ്ടുപോകുമ്പോൾ വേറെ എന്താണ് ഉള്ളത്? ഒന്നുമില്ല. അത് അവരുടെ കർമ്മമാണ്. എന്തുകൊണ്ടാണ്? ഇതിപ്പോൾ നേരത്തെ കൂട്ടിയെ ഭഗവാനെ കാണായിരുന്നു, ഭഗവാനോട് ചോദിക്കായിരുന്നു, ഇതൊക്കെ കിട്ടുമല്ലോ, ഒന്നും പട്ടിണി കിടക്കണ്ട, ഭിക്ഷാടനം എടുക്കണ്ടായിരുന്നു, ഒന്നും ചെയ്യണ്ടാലോ. എന്തുകൊണ്ടാണ്? അത് തോന്നിയില്ല. അത് അനുഭവിച്ചേ തീരുള്ളൂ. അതുകൊണ്ടാണ് അരിമണി കൊണ്ടുപോകുമ്പോൾ അരി എല്ലാം ഒന്ന് തന്നെയാണ്. അരിമണി തന്നെ കുറച്ച് പരത്തി കഴിഞ്ഞാൽ അത് അവലാകുന്നതാണ്. അപ്പോൾ കൃഷ്ണന് കൊണ്ടുപോകുന്നത് എന്താണ്? അരി ആരാണ്? നീ തന്നെയാണ്. എനിക്ക് വേറെ ഒന്നുമില്ല, എനിക്ക് കൊണ്ടുവരാൻ ഒന്നുമില്ല. അരി മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ ശ്വാസവും എൻ്റെ ജീവനും ഈ ഹരിയല്ലാതെ വേറെ ഒന്നുമില്ല. അത് മാത്രമേ എനിക്ക് സ്വത്തായിട്ടുള്ളൂ. ഹരിനാമം, ഹരി എനിക്കതേ ഉള്ളൂ. അരിമണിയായി നാഥാന്ന് എനിക്ക് സമർപ്പിക്കുന്നു. വേറെ ഒന്നുമില്ല എൻ്റെ അടുത്ത്. അപ്പോൾ ആ കുചേലെ പിന്നെ വീണ്ടും അവിടെ സമർപ്പിക്കുകയും പിന്നെ അവർക്ക് ആ കർമ്മഫലം അതോടുകൂടി തീരുകയും കുചേലന് പിന്നെ മുക്തി നേടുകയായിരുന്നു. എല്ലാം ചേർന്ന് കിട്ടി. എന്തുകൊണ്ടാണ്? അതാണ് നമ്മൾ വിചാരിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നേരത്തെ ഇതൊന്നും തോന്നാത്തത്? തോന്നിയില്ലല്ലോ. അപ്പോൾ കർമ്മഫലമുണ്ട്,
കർമ്മഫലം കൊണ്ടാണ് നേരത്തെ പോകാനും കൃഷ്ണനെ കാണാനും ഒന്നും പറ്റാതെ ആയത്. കൃഷ്ണനെ പറ്റി ഓർക്കാനും നാമജപം ഉണ്ടാ ഉള്ളില്. പക്ഷെ അവിടെ പോവാൻ കാണാൻ എന്നെപ്പറ്റി എന്ത് വിചാരിക്കുവോ, ഞാൻ ഈ വേഷത്തിലാണല്ലോ ഇരിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് പോയി കൃഷ്ണനെ കാണുന്നത്, ഇതൊക്കെയാണ് കുചേലൻ വിചാരിച്ചിട്ടിരുന്നത്. അവിടെ കൃഷ്ണനോ, നീ എങ്ങനെയായാലും എന്നെ വന്ന് കാണണം, നീ കണ്ടേ തീരൂ, നിന്നെ നാം നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൃഷ്ണൻ. ഇവര് ഞാൻ എങ്ങനെയാണ് പോണെന്ന്. അപ്പോൾ ഇതൊക്കെ വിചാരിക്കാനുള്ള കാരണം എന്താണ്? അവർക്ക് കർമ്മഫലം ഒന്നും തോന്നിച്ചില്ല. അതേപോലെയാണ് കർമ്മഫലം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ കർമ്മഫലം നമ്മളെ തടുക്കുന്നതായിരിക്കും. തടുക്കുമ്പോൾ നമ്മൾ ഈ ആത്മീകം എന്ന് പറയുന്നത് ദൈവിക ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് സാധിക്കാൻ പറ്റും. ഓം നമ ശിവായ, രാമകൃഷ്ണ, എന്താണോ നിങ്ങൾക്ക് നാമം, ആ നാമം ജപിച്ചുകൊണ്ട്, നമുക്കറിയാവുന്ന നാമം ജപിച്ചുകൊണ്ട് നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ട് നമുക്ക് അമ്പലങ്ങളിലൊക്കെ പോകാനോ തൊഴുതാനോ അതൊക്കെ പറ്റുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പൂജിക്കാം. പൂജ കഴിച്ച് ഭഗവാനെ തൊഴുതുക, നാമം ജപിക്കുക, ഇതെല്ലാം ചെയ്തുകൊണ്ട് പോകുന്നത് നമ്മൾക്ക് കർമ്മഫലത്തിൽ നിന്ന് കുറച്ചൊക്കെ മുക്തി കിട്ടും. അത്ര തന്നെ പറയാനുള്ളത്. ഓം സായിറാം.